സിനിമാ സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന ഫിലിം ചേംബർ. സൂചനാ പണിമുടക്ക് തീയതി ഉടൻ പ്രഖ്യാപിക്കും. ചർച്ച ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് അയച്ച കത്തിന് 10 ദിവസമായിട്ടും മറുപടിയില്ലെന്നും ചിത്രീകരണം നടക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കളോട് ആലോചിച്ച് തീയതി തീരുമാനിക്കുമെന്നാണ് ഫിലിം ചേംബർ പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സൈഫുന്നിസ, എന്താണെങ്കിലും ഇക്കാര്യത്തിൽ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്, സമരം എന്നുള്ള തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായാണ് ഇപ്പോൾ ഫിലിം ചേംബർ പറഞ്ഞു വെക്കുന്നത്. എന്തെല്ലാമാണ് അവരുടെ തീരുമാനങ്ങൾ? സംഗീത, ഫിലിം ചേംബർ നേരത്തെ തന്നെ ജൂൺ 1 മുതൽ സിനിമാ സമരം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. അത് മാർച്ചിലെടുത്ത തീരുമാനത്തിന് പിന്നാലെയായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇടപെട്ട് സർക്കാർ തലത്തിൽ ചർച്ച നടത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ 10 ദിവസം മുൻപാണ് ഫിലിം ചേംബർ ഭാരവാഹികൾ ഒരു കത്ത് സർക്കാരിലേക്ക് അയച്ചത്. സൂചനാ സമരമെങ്കിലും നടത്തേണ്ട സ്ഥിതിയാണ്. കാരണം ഈ സമരത്തിലേക്ക് പോകുന്നുവെന്നും സർക്കാർ ഇടപെട്ടതുകൊണ്ട് സമരം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു രീതിയിലും സർക്കാർ പിന്നീട് ഒരു ചർച്ചകളും നടത്തിയില്ല. അതുകൊണ്ട് സൂചനാ സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ കത്തിന് 10 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിധത്തിലുള്ള മറുപടിയും സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്നാണ് സൂചനാ പണിമുടക്കിന്റെ തീയതി ഉടൻ തീരുമാനിക്കാനായി ഇപ്പോൾ ഫിലിം ചേംബർ തീരുമാനമെടുത്തിരിക്കുന്നത്. സിനിമയുടെ മൊത്തം വ്യവസായവും ഒരു ദിവസം നിർത്തിവെക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് സിനിമാ ചിത്രീകരണം, പ്രദർശനം അടക്കമുള്ളവയാണ്. സിനിമാ ചിത്രീകരണം നടക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കളോടുകൂടി ആലോചിച്ച് വേണം ഒരു തീയതി തീരുമാനിക്കുവാനായി. അതുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ തീയതി തീരുമാനിക്കുമെന്ന് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കളോട് കൂടി ഇക്കാര്യം ആലോചിക്കും. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഇരട്ട നികുതിയാണ്. വിനോദ നികുതിയും GSTയും ഈടാക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നാക്കി മാറ്റണം എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, സിനിമാ സംഘടന തിയേറ്ററുകളിലെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കണം എന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങളാണ് സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് സൈഫുന്നിസ അലിയാറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.